ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ വരുന്ന ലെറ്റസ് അസസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. ക്വസ്റ്റ്യൻ: ആർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA ആൻഡ് RNA ദ സെയിം? എക്സ്പ്ലെയിൻ. DNAയുടെയും RNAയുടെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് സെയിം ആണോ? അത് എക്സ്പ്ലെയിൻ ചെയ്യുക. DNA-യുടെയും RNA-യുടെയും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്സ് ആണ്. DNA-യിലുള്ള തൈമൈൻ എന്ന ന്യൂക്ലിയോടൈഡ് RNA-യിൽ ആബ്സെന്റ് ആണ്. അതേസമയം RNA-യിലുള്ള യുറാസിൽ എന്ന ന്യൂക്ലിയോടൈഡ് DNA-യിൽ ആബ്സെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് DNA-യുടെയും RNA-യുടെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സിൽ വരുന്ന ഡിഫറൻസ്. അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Nucleotides are the basic building blocks of the DNA and RNA. The thymine nucleotide in DNA is absent in RNA. The uracil nucleotide in RNA is absent in DNA. This makes the difference in basic building blocks of DNA and RNA. Question: Analyze the statements and choose the appropriate one. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. F1 has similarity with both the parents. F1-ന് രണ്ട് പാരൻസിന്റെയും സിമിലാരിറ്റി ഉണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. F1 has no similarity with any of the parents' character intermediate. F1-ന് പാരൻസിന്റെ ക്യാരക്ടറുമായിട്ട് യാതൊരു സിമിലാരിറ്റിയും ഇല്ല. മൂന്നാമത്തെ F1 has similarity with one of the parents. F1-ന് ഏതെങ്കിലും ഒരു പാരന്റിന്റെ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. A, B, C, D വേണ്ട 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പറയുന്നത് F1 has similarity with both the parents എന്ന് പറഞ്ഞാൽ അത് വരുന്നത് കോഡോമിനൻസ് ആണ്. രണ്ട് പാരൻസിന്റെയും സിമിലാരിറ്റി F1 കാണിക്കുന്നുണ്ടെങ്കിൽ അത് വരുന്നത് കോഡോമിനൻസ് ആണ്. രണ്ടാമത്തെ പറയുന്നത് F1 has no similarity with any of the parents character. പാരൻസിന്റെ ക്യാരക്ടറുമായിട്ട് F1-ന് യാതൊരു സിമിലാരിറ്റി ഇല്ല. അപ്പോൾ അത് വരുന്നത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ്. മൂന്നാമത്തെ പറയുന്നത് F1-ന് ഏതെങ്കിലും ഒരു പാരന്റിന്റെ സിമിലാരിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ വരുന്നത് ഡൊമിനൻസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് C ആണ്. അതായത് ആദ്യത്തെ ഡൊമിനൻസ്, രണ്ടാമത്തെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, മൂന്നാമത്തെ ഡൊമിനൻസ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ എക്സ്പ്ലനേഷൻ നോക്കാം. ഡൊമിനൻസ്: F1 shows only one parent trait, the dominant one. Incomplete dominance: F1 shows a blend, that is intermediate trait of both parents. Codominance: F1 shows both parents' traits separately but equally. Question: Which of the following is contributed by organisms that reproduce sexually to their offspring? Sexually reproduce ചെയ്യുന്ന ഓർഗാനിസം താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ഓഫ്സ്പ്രിങ്ങിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഓൾ ജീൻസ്, എല്ലാ ജീൻസും ഓഫ്സ്പ്രിങ്ങിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ വന്നിട്ട് ഹാഫ് ഓഫ് ദെയർ ജീൻസ്, അവരുടെ ജീൻസിന്റെ ഹാഫ് ആണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ വന്നിട്ട് 1/4 ഓഫ് ദെയർ ജീൻസ്, ജീൻസിന്റെ 1/4 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡി വന്നിട്ട് ഡബിൾ ദ നമ്പർ ഓഫ് ജീൻസ്, ജീൻസ് എത്ര നമ്പർ ഉണ്ടോ അതിന്റെ ഡബിൾ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്, ഹാഫ് ഓഫ് ദെയർ ജീൻസ് ആണ്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓഫ്സ്പ്രിങ്ങിന് വന്നിട്ട് മദറിന്റെ ഹാഫ് ജീൻസും അതുപോലെ തന്നെ ഫാദറിന്റെ ഹാഫ് ജീൻസും ആണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഓരോ പാരന്റും 50% ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഒരു മിക്സ് ആയിരിക്കും. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ബി, ഹാഫ് ഓഫ് ദെയർ ജീൻസ്. എക്സ്പ്ലനേഷൻ: ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ്സ്പ്രിങ് ഗെറ്റ് ഹാഫ് ഓഫ് ദെയർ ജീൻസ് ഫ്രം ദ മദർ and half from the father. Each parent contributes 50% of the genetic material, so the offspring has a mix from both. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: A tall pea plant with purple flowers, that is dominant character, is crossed with a dwarf plant with white flowers. പർപ്പിൾ ഫ്ലവേഴ്സ് ഉള്ള ടോൾ ആയിട്ടുള്ള പീ പ്ലാന്റ്, അതായത് ഡൊമിനന്റ് ക്യാരക്ടർ ആയിട്ടുള്ള പീ പ്ലാന്റും വൈറ്റ് ഫ്ലവേഴ്സ് ഉള്ള ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇലുസ്ട്രേറ്റ് ദ ഡൈഹൈബ്രിഡ് ക്രോസ് ഓഫ് ദീസ് ആൻഡ് റൈറ്റ് ദ F2 റേഷ്യോ. അപ്പോൾ ഇതിന്റെ ഡൈഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചിട്ട് ഇലുസ്ട്രേറ്റ് ചെയ്യുക, അതിന്റെ F2 റേഷ്യോ എഴുതാം. അപ്പോൾ ഒരു ടോൾ ആയിട്ടുള്ള പർപ്പിൾ ഫ്ലവേഴ്സ് ഉള്ള പീ പ്ലാന്റ് വന്നിട്ട് വൈറ്റ് ഫ്ലവേഴ്സ് ഉള്ള ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് ജനറേഷനിൽ ടോൾ ആയിട്ടുള്ള പർപ്പിൾ പ്ലാന്റ്സ് ആയിരിക്കും
നമുക്ക് ലഭിക്കുന്നത്. അതേസമയം സെക്കൻഡ് ജനറേഷനിൽ അവിടെ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിംഗ് വന്നിട്ട് 9:3:3:1 എന്ന റേഷ്യോ ആയിരിക്കും ഷോ ചെയ്യുന്നത്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. A tall pea plant with purple flowers, that is capital TTPP, crossed with a dwarf plant with white flowers, that is small letter TTPP, gives all tall purple, that is capital T, small t, capital P, small p plants in F1. In F2, the offspring shows a 9:3:3:1 ratio. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Did characters that differ from the parents appear in the F2 generation? പാരൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് F2 ജനറേഷനിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്? അപ്പോൾ തീർച്ചയായും F2 ജനറേഷനിൽ പാരൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അപ്പിയർ ചെയ്യും. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്തുള്ള ജെനറ്റിക് റീകോമ്പിനേഷൻ ആണ്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യെസ്, ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ജെനറ്റിക് റീകോമ്പിനേഷൻ ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. If both the genes are not assorting independently, how does it affect the F2 ratio? ഇപ്പോൾ രണ്ട് ജീൻസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് F2 റേഷ്യോനെ എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ F2 റേഷ്യോ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും വരുന്നത്. അതായത് പാരൻസിൻ്റെ ട്രേഡ്സുമായിട്ട് ക്ലോസർ ആയിരിക്കും F2 റേഷ്യോ വരുന്നത്. അവിടെ ട്രേഡ് കോമ്പിനേഷൻ, പുതിയ ട്രേഡ് കോമ്പിനേഷൻ കുറവായിരിക്കും. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The F2 ratio will be distorted. This means the F2 ratio will be closer to the parent's traits with fewer new trait combinations. Question: how does dominance, codominance and incomplete dominance differ from one another? എങ്ങനെയാണ് ഡൊമിനൻസും കോഡൊമിനൻസും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസും ഒന്നിൽ നിന്നും മറ്റേത് ഡിഫറെൻ്റ് ആവുന്നത്? ഇപ്പോൾ ഡൊമിനൻസിൽ ഒരു ജീൻ ടൈപ്പ് വന്നിട്ട് മറ്റേ ജീൻ ടൈപ്പിന്റെ എഫക്റ്റിനെ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ട്രേറ്റ് ആയിരിക്കും ഓർഗാനിസത്തിൽ ഷോ ചെയ്യുന്നത്. അതേസമയം കോഡൊമിനൻസിൽ രണ്ട് ജീൻ ടൈപ്സും ഈക്വൽ ആയിട്ട് ഷോ ചെയ്യും. അപ്പോൾ ഓർഗാനിസത്തിന്റെ മേലെ അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ സെയിം ടൈമിൽ രണ്ട് ട്രേറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ പശുക്കളുടെയൊക്കെ മേലെ കാണുന്ന സ്പോട്സും അതുപോലെ തന്നെ സ്ട്രൈപ്സ് ഒക്കെയാണ്. പിന്നെ വരുന്നത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ വന്നിട്ട് രണ്ട് ജീൻ ടൈപ്സും മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ റിസൾട്ട് പറയുന്നത് ഒരു ബ്ലെൻഡ് ആയിരിക്കും. ഇപ്പോൾ റെഡ് ഫ്ലവറും അതുപോലെ വൈറ്റ് ഫ്ലവറും ഉള്ള രണ്ട് ചെടികൾ ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് പിങ്ക് ഫ്ലവറുള്ളൊരു റിസൾട്ട് ആയിരിക്കും. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഡൊമിനൻസ്: one gene type hides the effect of the other. Only the strongest trait shows up in the organism. Codominance: both gene types shows up equally. You can see both traits at the same time like spots or stripes. Incomplete dominance: both gene types mix together. The result is a blend like red and white making pink. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: different phenotypic ratios are obtained in monohybrid and dihybrid cross. Why? What does it indicate about the inheritance of characters? മോണോഹൈബ്രിഡ് ക്രോസിലും അതുപോലെ തന്നെ ഡൈഹൈബ്രിഡ് ക്രോസിലും ഡിഫറെൻറ്റ് ഫിനോടൈപ്പിക് റേഷ്യോ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്ന്. അതേസമയം ഇത് വന്നിട്ട് ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടറിനെ കുറിച്ചിട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ ഡിഫറെൻറ്റ് ഫിനോടൈപ്പിക് റേഷ്യോസ് ആണ് മോണോഹൈബ്രിഡിലും അതുപോലെ തന്നെ ഡൈഹൈബ്രിഡ് ക്രോസസിലും നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ട്രെയ്റ്റ്സിൻ്റെ ഇൻഹെറിറ്റൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതുമൂലം ജെനറ്റിക് ഇൻട്രാക്ഷൻസും അവിടെ വേരി ചെയ്യും. ഇപ്പോൾ ഒരു മോണോഹൈബ്രിഡ് ക്രോസിനകത്ത് ഒരൊറ്റ ട്രെയ്റ്റ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് 3:1 റേഷ്യോ ആണ് നമുക്ക് നൽകുന്നത്. അതേസമയം ഒരു ഡൈഹൈബ്രിഡ് ക്രോസിനകത്ത് രണ്ട് ട്രെയ്റ്റ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അവിടെ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 റേഷ്യോ ആണ്. അപ്പോൾ നമ്മുടെ മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പ്രകാരം ഓരോ ട്രെയ്റ്റും, അതായത് ഒരു ഡിഫറെൻറ്റ് ക്രോമസോംസിലാണ് ഈ ജീൻസ് കിടക്കുന്നതെങ്കിൽ ഓരോ ട്രെയ്റ്റും സെപ്പറേറ്റ് ആയിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Different phenotypic ratios are obtained in monohybrid and dihybrid crosses because they involve the inheritance of different numbers of traits and the genetic interactions vary accordingly. A monohybrid cross involves one trait, gives a 3:1 ratio. A dihybrid cross involves two traits, gives a 9:3:3:1 ratio. Each trait is inherited separately if the genes are on different chromosomes, which follows Mendel's law of inheritance.
Question. Even though a gene responsible for certain characters has more than 2 alleles, why does that particular gene have only 2 alleles in an individual? Certain charactersന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജീനിന് രണ്ടിൽ കൂടുതൽ അല്ലീൽസ് ഉണ്ടെങ്കിലും അത് വന്നിട്ട് ഒരു ഇൻഡിവിജ്വലിൽ പർട്ടിക്കുലർ ജീന് 2 അല്ലീൽസ് മാത്രം ഷോ ചെയ്യുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഓരോ പേഴ്സണിനകത്തും ഈ ഓരോ ജീന് 2 കോപ്പീസ് ആണുള്ളത്. ഒന്ന് മദറിൽ നിന്നും ഒന്ന് ഫാദറിൽ നിന്നുള്ളത്. അപ്പൊ ഈ ഒരു ജീനിന് പോസിബിൾ ആയിട്ടുള്ള കുറെ അല്ലീൽസ് ഉണ്ടെങ്കിലും, അതായത് മൾട്ടിപ്പിൾ അല്ലീൽസ് ഉണ്ടെങ്കിലും ഓരോ ഇൻഡിവിജ്വലും 2 അല്ലീൽസ് മാത്രമാണ് ഷോ ചെയ്യുന്നത്. അതായത് ഓരോ ക്രോമസോമിലും ഓരോന്ന്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ജീൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 3 അല്ലീൽസ് ഉണ്ട്. അതായത് എ, ബി, പിന്നെ ഒ. പക്ഷെ ഒരു വ്യക്തിയിൽ അതിന്റെ 2 അല്ലീൽസ് മാത്രം ഷോ ചെയ്യുള്ളൂ. അതായത് എ, എ ഒ, എ ബി എന്നത്. പിന്നെ ആൻസർ നമുക്ക് വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Every person has 2 copies of each gene, one from their mother and one from their father. So even if a gene has many possible alleles called multiple alleles, an individual can only have 2 alleles, one on each chromosome. Example, the blood group gene has 3 alleles, A, B and O. But each person can only have 2 of these, like AA, AO, AB, etc. Subscribe to this channel for more videos like this. Question. Although the DNA possesses all genetic information for protein synthesis, RNA is also required for protein synthesis. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമുള്ള എല്ലാ ജനറ്റിക് ഇൻഫർമേഷൻസും DNA-യിൽ ഉണ്ടെങ്കിലും പ്രോട്ടീൻ സിന്തസിസിന് RNA-യും കൂടി ആവശ്യമുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ DNA വന്നിട്ട് ന്യൂക്ലിയസിനകത്താണുള്ളത്. അപ്പൊ അതിന് അവിടുന്ന് ലീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രോട്ടീൻസ് വന്നിട്ട് റൈബോസോം എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്തുള്ള സൈറ്റോപ്ലാസത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സെല്ലിന് DNA-യിൽ നിന്നും റൈബോസോംസിലേക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ ഒരു മെസ്സഞ്ചർ ആവശ്യമാണ്. ആ ഒരു മെസ്സഞ്ചർ ആണ് RNA എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ mRNA, അതായത് മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. പിന്നെ ആൻസർ നമുക്ക് എഴുതാൻ നോക്കാം. DNA stays in the nucleus and cannot leave it. Proteins are made in the cytoplasm at the structures called ribosomes. So the cell needs a messenger to carry the instruction from DNA to the ribosomes. That messenger is RNA, specifically mRNA, messenger RNA. Question. How do codominance and multiple allelism function in the determination of blood group in the ABO blood grouping in human beings? Explain. Human beings-ലുള്ള ABO blood group-ൽ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ കോഡൊമിനൻസും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അല്ലീലസത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ട് 3 അല്ലീൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെ മൾട്ടിപ്പിൾ അല്ലീലിസം എന്നാണ് പറയാ. അപ്പൊ ആ 3 അല്ലീൽസ് എന്ന് പറയുന്നത് IA, IB അതുപോലെ സ്മോൾ ലെറ്റർ I ആണ്. അപ്പൊ ഒരു വ്യക്തിക്ക് 2 അല്ലീൽസ് ആണ് ഉണ്ടാവുക, ഓരോ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന ഓരോ അല്ലീൽസ്. ഇപ്പൊ ഐയും IBയും പറയുന്നത് കോഡൊമിനന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും പ്രസന്റ് ആവുന്ന സമയത്ത് രണ്ടും അവിടെ ഷോ അപ്പ് ചെയ്യും. അതേസമയം I പറയുന്ന അല്ലീല് വളരെ വീക്ക് ആണ്. അത് രണ്ടും I ആണെങ്കിൽ അല്ലീൽസ് ആണെങ്കിൽ മാത്രമാണ് അത് അവിടെ ഷോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്നത് ബ്ലഡ് ഗ്രൂപ്പ് O ആണ്. ഇനി എക്സാമ്പിളായി പറയുകയാണെങ്കിൽ IA എന്ന് പറയുന്നത് A ബ്ലഡ് ഗ്രൂപ്പും IB എന്ന് പറയുന്നത് B ബ്ലഡ് ഗ്രൂപ്പും IB എന്ന് പറയുന്നത് AB ബ്ലഡ് ഗ്രൂപ്പും ആണ്. ഇനി II ആണെങ്കിൽ അത് O ബ്ലഡ് ഗ്രൂപ്പ് ആണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The ABO blood group is controlled by 3 alleles, IA, IB and I. This is called multiple allelism. A person gets 2 alleles, one from each parent. IA and IB are codominant, so if both are present, both show up. That is blood group AB. The I allele is weak, so it only shows when both alleles are I. That is blood group O. Example, IA or I small letter I gives A. IB or IB small letter I gives B. IB gives AB, that is codominance. II gives O. Question. All ova formed in females contain one type of sex determining chromosome. Why? ഫീമെയിൽസിൽ ഫോം ചെയ്യുന്ന എല്ലാ ഓവയിലും ഒരു ടൈപ്പ് സെക്സ് ഡിറ്റർമിനിങ് ക്രോമസോം ആണ് കാണാൻ കഴിയുക. അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോം ആണ് ഉള്ളത്, അതായത് എക്സ് പറയുന്ന ക്രോമസോംസ്. അപ്പോൾ എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ എഗ്ഗിനും ഒരു എക്സ് ക്രോമസോം ആണ് കിട്ടുന്നത്.
അപ്പോൾ ഇതുകൊണ്ടാണ് എല്ലാ എക്സിനും സെയിം ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം, അതായത് എക്സ് ക്രോമസോം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഒരു കുട്ടിയുടെ സെക്സ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു എഗ്ഗ് വന്നിട്ട് സ്പേമുമായി മീറ്റ് ചെയ്യുന്ന സമയത്താണ്. സ്പേമിനകത്ത് 2 ക്രോമസോമാണ് ഉള്ളത്, എക്സ് വൈ പറയുന്ന ക്രോമസോം, എക്സും വൈ ക്രോമസോംസും. അപ്പോൾ ഓവയിലുള്ള ഈ എഗ്ഗിലുള്ള എക്സ് ക്രോമസോമും അതുപോലെ തന്നെ സ്പേമിലത്തെ എക്സ് ക്രോമസോമും കൂടി മീറ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഫീമെയിൽ ഉണ്ടാകുന്നത്. അതേസമയം എക്സ് ക്രോമസോം, അത് എഗ്ഗിലുള്ള എക്സ് ക്രോമസോമും സ്പേമിലുള്ള വൈ ക്രോമസോമാണ് മീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ മെയിലാണ് ഉണ്ടാകുന്നത്. അപ്പം ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Females have 2 X chromosomes, that is XS. When X are made, each egg gets 1 X chromosome. This is why all eggs have the same type of sex chromosomes and X. The sex of the baby is decided when the egg X meets the sperm, which can carry either an X or a Y chromosome. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.